ഇല്ല സെറി, കഴിഞ്ഞ പെരുന്നാൾ പോലെ ആക്കൂല. ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്തായാലും ഞാൻ അങ്ങെത്തു. പിന്നെ പ്രകാശൻ ഇങ്ങ് വന്നോട്ടെ, ഞാൻ നാളെ വൈകുന്നേരം തന്നെ കയറൂ. ടിക്കറ്റ് എല്ലാം ഓക്കെയാ, സാധനം വില റെഡി ആയിട്ടുണ്ട്. ഇല്ലെന്നേ, ഷുവർ. ഓക്കെ മോളെ, എന്നാ ശരിയാ. അസ്സലാമു അലൈക്കും. മോളെ മോളെ ഫരീദ് ഇന്നലെ വന്നില്ല മോളെ? ഇല്ലപ്പാ. ഓന് ഇതിന് നമ്മളെ പരിചയം തന്നെ തോന്നേ. ഞാൻ ഒരു പണിയില്ല, ഞാൻ പ്രകാശന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരുന്നു. എല്ലാ കാലവും ഇന്നെ കുറേ ആയാലും കണ്ടിട്ട്. ഞാൻ ഇപ്പം ബാംഗ്ലൂരാടും, ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താ പ്രകാശ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നു. നീ പോയില്ലല്ലേ? പോകാൻ പറ്റില്ല. അതിനല്ലേ പരീതി ഇങ്ങോട്ട് വരാൻ. ഫോൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും. എന്താ? ഞാൻ വൈഫിന് പെട്ടെന്ന് ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു 2 ദിവസം. അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ശരിയല്ലേ? നാളെയല്ലേ പെരുന്നാള്. ഫരീദായിട്ട് നിങ്ങളുടെ വിഷമത്തിലായിരിക്കും അല്ലേ? ഇവനങ്ങ് പോയാലേ ഓനിക്ക് വരുവാൻ പറ്റൂ. എന്താ എനിക്കങ്ങ് വരാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഫരീദിനെ വിളിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അവന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. പ്രകാശ, ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റിലാണ് നമ്മുടെ മോൻ താമസിക്കുന്നിടത്ത് തന്നെ ഈ തീപിടുത്തം സംഭവിച്ചത്. എനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ മോനെ അതിനെ കുറിച്ചിട്ട്? അതൊന്നും പറയണ്ട അവർക്ക്. അവൻ താമസിച്ച ബിൽഡിംഗിൽ തന്നെ തീപിടുത്തുണ്ടാവും. എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ പുറത്തേക്ക് പോയതാ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ പ്രകാശ, എൻ്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിനകത്ത് വിവരം കേട്ടതിന് ശേഷം എനിക്കിതിലും കേട്ടാൽ വല്ലാതെ വിഷമാവും. അവിടെ സംസാരിക്കും, ഞാൻ വരുന്നത്. ശരി. അച്ഛൻ ഇതൊന്നും കേട്ടൂടാ. എന്റെയും ഫരീന്റെ ഒന്നിച്ച് ആൾക്കാരായിട്ട് മരണപ്പെട്ടെ. ഇവന്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടി കെട്ടിവെച്ച ബോക്സും ഫോണും പാസ്പോർട്ടും ഒക്കെ ഇത് നശിച്ചുപോയി. അതുകൊണ്ടാണ് നമ്മുടെ ഒന്നും ബന്ധപ്പെടാൻ പറ്റാണ്ടായി. പ്രകാശ, ഇപ്പം എനിക്ക് ആശ്വാസമായി. പക്ഷെ എൻ്റെ മോള് സെറീനാക്കും മോനിക്കും ഒന്നും അറിയുന്നില്ലല്ലോ. എനിക്കൊന്ന് അവിടം വരെ വന്നിട്ട് ഓരെയും കൂടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയും മോനെ. തീർച്ചയായിട്ടും കാതുക, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നല്ലേ. മാത്രമല്ല ഫരീദായിട്ട് സെറീനൊക്കെ നേരിട്ട് ഫോൺ സംസാരിപ്പിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങോട്ട് പോകല്ലേ? ഭാര്യ ഭാര്യ ബെഡ് റെസ്റ്റിലാണ്. ഓ ശരി. ഞാൻ കാക്കാനെ വിളിച്ചിട്ട് പറ്റുമോ? എന്നാ ശരി കാതറേ. സെറീന, എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. കാര്യങ്ങളെല്ലാം ഉപ്പ പറയും. ഞാൻ ടെൻഷനൊന്നും അടിക്കണ്ട. അവൻ്റെ ഫോണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് സംസാരിപ്പിക്കാം. ഹലോ, ഞാൻ പ്രകാശാണേ. ഫരീദ് ഇല്ല അടുത്ത്? ഞാൻ ഫരീദ് തന്നെയാണ്. കൊടുക്കാം. 1 മിനിറ്റ്, ഞാൻ വൈഫ് നോക്കാം. ഹലോ ഹലോ സെറി. ഇക്ക, മോളെ, നീ വല്ലാണ്ട് വിഷമിച്ച് കാണുമല്ലേ? മോളെ, ഇന്നലെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റായിരുന്നത് എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. പിന്നെ കാര്യങ്ങളെല്ലാം ഉപ്പ പറയൂ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. ശരി ഇക്ക. വാലിക്കും സലാം. സന്തോഷമായ സംസാരിച്ചില്ല? ഞാൻ പോയിക്കോട്ടെ. ഇതും പറ. ഈദ് മുബാറക്.